സോ അമ്മയ്ക്കും ഞാൻ ആ പരിപാടി പോയി പെർഫോം ചെയ്യണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ആകെ ഉള്ളത് അന്ന് രാവിലെ അമ്മ ഉറങ്ങായിരിക്കുന്നു വിചാരിച്ചിട്ട് ഒരു ബൈ പറയാൻ പറ്റിയില്ല. ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. there are a lot of people who are waiting to see our show. അവിടുന്ന് അത് വിട്ടിട്ട് വരാൻ തോന്നിയില്ല. And for me that was the biggest platform where I could give a tribute to my mom. Amma will make sure that ഞാൻ ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സാധകം ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 1 hour മാക്സ് സാധകം ചെയ്തിട്ട് ഇവൻ സ്കൂളിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു ഒരു പുഷ്. നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ വേണമല്ലോ. നീ പോകണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പാട്ട് നോക്കാമെന്നായിരിക്കും എല്ലാവരും പറയാം. പക്ഷെ എൻ്റെ അമ്മ അച്ഛനും കുഴപ്പമില്ല, നീ പോയി പഠിത്തം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവരുണ്ടായിരുന്നത്. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കല്യാണി രാഗം പഠിക്കണം. എന്താ വെച്ചാൽ കല്യാണി രാഗം എന്ന് പറയുന്നത് കുറച്ച് അതിലെല്ലാ സ്വരവും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. നമ്മുടെ കേരളത്തിന്റെ റൂട്ട്സ്, ഒരു സാധ്യത എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. അതിരു കാക്കും മലയൊന്ന് തൊടുത്തേ തകതകതാ. നിങ്ങൾ ആ പാട്ട് നിങ്ങൾ പാടരുത്. യേശുദാസ് സാർ എങ്ങനെയാണോ പാടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് പാടാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളത് പാടരുത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ട്. ഔസേപ്പച്ചൻ സാർ ആക്ച്വലി മൗനം സ്വരമായി കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പാലക്കാട് ഒരു പരിപാടിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കവർ വേർഷൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനിങ്ങനെ മൗനം സ്വരമായി സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കൽപ്പാന്തകാലത്തോളം എന്ന പാട്ടിന് തൊട്ട് മുന്നേ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. 4 പേര് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നല്ല ലൈറ്റിങ്ങിൽ നിന്ന് പാടുന്നു. ഇതെന്താ ഇപ്പോൾ സംഭവം എന്ന് 10 വർഷം മുമ്പ് മലയാളി ചിന്തിച്ചെടുത്തതെന്നാണ് അജയ് സത്യൻ എന്ന പേരുകാരൻ്റെ ഉദയം. അജയ് സത്യനാണ് ചേരുന്നത്. നമസ്കാരം. ഈ കൽപ്പാന്തകാലത്തോളം എന്നുള്ള പാട്ടും അതുപോലെ ചന്ദനമണി മാതിൽ അതൊക്കെ എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ മലയാളമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലേ, നമ്മുടെ ഇൻഡിജിനിറ്റി അതിനെ അത്രയും ചേർത്ത് പിടിക്കുന്ന തനതായിട്ടുള്ള പാട്ടെന്നൊക്കെ പറയുന്ന പാട്ടാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ പീസ് പ്ലേസ് ചെയ്യാൻ ആ ഐഡിയ എങ്ങനെ വന്നത്? ഇതെന്താ അറിയോ, നമ്മള് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയും. പണ്ട് ആൾക്കാര് ഈ കവർ വേർഷൻ എന്നൊക്കെ ഇപ്പോഴാണ് അതിന് പേര് വന്നിരിക്കുന്നത്. ഒരു 5 വർഷമായിട്ടുള്ള. പക്ഷെ അതിനു മുമ്പ് ആൾക്കാര് ഇപ്പൊ ഓർക്കസ്ട്രയിൽ പോകുമ്പോ ഏത് പാട്ടാ പാടാ, സിനിമ പാട്ടുകൾ തന്നെ പാടാ. അത് പിന്നെ ഓരോ ആൾക്കാർ ഒരു സെറ്റപ്പിലൊക്കെ വെച്ച് വേറെ രീതിയിൽ അവർ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് അത് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ അതിനൊരു കവർ വേർഷൻ എന്നുള്ളൊരു ഒരു ലേബിൾ വന്നു തുടങ്ങി, അല്ലെങ്കിൽ റിപ്രൈസൽ എന്നുള്ളൊരു സാധനം. ഇത് പണ്ടൊട്ടേ നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള പാട്ടുകൾ, അതായത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇതെങ്ങനെ നമ്മൾ പാടിയത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം. എല്ലാ ഒരു മ്യൂസീഷ്യൻ ആയാലും സിംഗർ ആയാലും അല്ലെങ്കിൽ ഒരു ഈവൻ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരൊക്കെ ആയാലും ആ പാട്ട് അവർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അത് ഇപ്പോഴും ഉണ്ട്. അത് വേറൊരു രീതിയിലാണ് ഇപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവർ വേർഷൻസ് വന്ന് പിന്നെ അത് ഇവോൾവ് ആയി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ മെഡ്ലി എന്നുള്ളൊരു സംഭവം വരുന്നത്. അതായത് ഇങ്ങനെ 2-3 പാട്ടുകൾ കുറേ കാലമായിട്ട് സോങ്സ് ഉണ്ട്, കുറേ വർഷങ്ങളായിട്ട് 20, 30, 40 കൊല്ലമായിട്ട് പാട്ടുകൾ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അത്രയും കൊല്ലമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് പാട്ടുകൾ. അപ്പോൾ ചില പാട്ടുകൾ നമ്മൾ പാടി തുടങ്ങുമ്പോൾ അത് വേറെ പാട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പാടാൻ പറ്റുമായിരിക്കും. അത് ചിലപ്പോൾ അറിയാണ്ടാ നമുക്ക് വന്നു പോണേ. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിലാണ് നമ്മൾ റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്, അവരുടെ കാലിഫോർണിക്കേഷൻ എന്ന് പറഞ്ഞൊരു പാട്ട്. അത്യാവശ്യം നമ്മള് ഒരു റോക്ക് ബാൻഡ് അല്ലെങ്കിൽ ഒരു ബാൻഡ് തുടങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റെഫറൻസസ് ഉണ്ടാവുമല്ലോ, നമുക്ക് കുറച്ച് ഐഡിയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ്സ് ഉണ്ടാവും നമ്മുടെ. അതിൽ പെടുന്ന ഒരു ബാൻഡാണ് ഈ പറയുന്ന റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ ബീറ്റിൽസ് ആയാലും
അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൽപ്പാന്തകാലത്തോളം നമ്മൾ കുറേ കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സാധനം പാടുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഓക്കെ. ഈ പാട്ട് നമുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിൽ. ചോദിച്ചോട്ടെ, ഇന്ററപ്റ്റ് ചെയ്യല്ല, പക്ഷെ ഇതെങ്ങനെ ഈ രണ്ട് ടെമ്പോയും തമ്മിൽ ചേരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണേ? അത് അത് ടെമ്പോന്റെ അല്ല, അതൊരു നമ്മൾ രാഗം എന്നുണ്ടല്ലോ, പാട്ടിന്റെ രാഗമാണ് എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ഒരു റൂട്ട് ഉണ്ടാവും. അതായത് 72 രാഗങ്ങളുണ്ട് കർണാട്ടിക് മ്യൂസിക് കേട്ടോ. 72 രാഗങ്ങളും അതിൽ പല ജന്യരാഗങ്ങളും എല്ലാം ഉണ്ട്. അത്രയും വാസ്റ്റ് ആണ് കർണാട്ടിക് മ്യൂസിക്കിൽ. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും അവര് ഫോളോ ചെയ്യണ കുറച്ച് റൂട്ട്സ് ഉണ്ടാവും. ഇപ്പൊ സരിഗമ പദ നിസ എന്ന് പറയുന്ന രീതിയിൽ ചിലവിടെ രീ ഉണ്ടാവില്ല, ചിലവിടെ ദാ ഉണ്ടാവില്ല, അപ്പൊ അതൊരു വേറൊരു രാഗമാവും. അപ്പൊ അങ്ങനെ ഒരു രാഗത്തിലുണ്ടായ പല പാട്ടുകളും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ അത് കേട്ടപ്പോ വളരെ സാമ്യമായിട്ട് നമുക്ക് തോന്നി. പാട്ടിന്റെ സാമ്യം അല്ല പറയണേ, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ രാഗം നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു പറയുന്ന ഒരു വാക്കാണ് രാഗം എന്ന് പറയുന്നത്. ഇപ്പൊ മോഹനം എന്നുള്ള രാഗത്തിൽ പല പാട്ടുകളും ഉണ്ടാവും. തോടി എന്ന് പറയുന്ന പാട്ട് ഒരു രാഗത്തിൽ പല പാട്ടുകളും ഉണ്ടാവും. നമുക്ക് ഡെഫിനറ്റ്ലി 2 പാട്ട് ഒരുമിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മളൊരു ഇംഗ്ലീഷ് പാട്ട് അതിങ്ങനെ പാടിക്കൊണ്ട് ഇതിന്റെ സെയിം റൂട്ടാണ് കൽപ്പാന്ത കാലത്തോളം. അതിൻ്റെ സെയിം റൂട്ടാണ് കൽപ്പാന്ത കാലത്തോളത്തു നിന്ന് നമ്മൾ ചന്ദന മണിവാതിലേക്ക് പോകുമ്പോഴും ഏകദേശം അത് ഒരേ റൂട്ടാണ്. പക്ഷെ ഓരോരുത്തരും ഡിഫറെൻറ്റ് മെലഡിയാണ്, ഡിഫറെൻറ്റ് ട്യൂണാണ്. അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ കവർ സോങ് ചെയ്യണത് എന്തിനാ? കുറേം കൂടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ വേറൊരു പേഴ്സ്പെക്റ്റീവ് ഉള്ളത്, നമ്മുടെ പഴയ പാട്ടുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ രീതിയിൽ കവർ ചെയ്യുമ്പോൾ അത് ഹിറ്റാവണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആട്ടോ. ഇപ്പോൾ സൗണ്ടിങ് മാറി. ഇപ്പോഴത്തെ നമ്മളൊരു ഹെഡ്ഫോൺസ് ഇട്ട് ഇപ്പോഴത്തെ ഒരു പാട്ട് കേൾക്കുന്നതും പഴയ ഒരു പാട്ട് കേൾക്കുന്നതും വേറെ രീതിയാണ് സൗണ്ടിങ്. പഴയ പാട്ട് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി അന്നത്തെ കാലത്ത് റെക്കോർഡിങ്ങിലുള്ള ടെക്നോളജി ഒക്കെ വെച്ചിട്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ആൾക്കാർക്ക് എവിടെ നോക്കിയാലും ആൾക്കാർക്ക് മിനിമലാണ് വേണ്ടത്, മിനിമലിസം ആണ്. നമ്മളൊരു ഡ്രസ്സ് നോക്കുമ്പോഴും ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരിക്കണം, സ്റ്റൈൽ നോക്കുമ്പോഴും മിനിമലിസ്റ്റിക്, ഡിസൈൻ മിനിമലിസ്റ്റിക്. അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ കവർ ചെയ്യുന്ന ആൾക്കാർ ഒരു കീബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗിറ്റാർ വെച്ചിട്ട് ഇപ്പോഴത്തെ സൗണ്ടിങ്ങിൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ കുറച്ചും കൂടി താല്പര്യമാണ്. അതുകൊണ്ടാണ് പലരും പറയണത് പഴയ സോങ്ങിൽ കിട്ടിയേക്കാട്ടിലും വ്യൂസ് പുതിയ കവർ വേർഷൻസിന് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് പഴയ പാട്ടിനെക്കാട്ടിലും നന്നായിട്ട് കവർ ചെയ്ത അതല്ല, അതുകൊണ്ടല്ല. എനിക്ക് തോന്നുന്നത് അത് സൗണ്ടിങ് കാരണമാണ്. പഴയ ഒരു സൗണ്ട് ഇപ്പം നമ്മൾ അതേ പാട്ട് നമ്മുടെ കാറിൽ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ സൗണ്ടിങ് എങ്ങനെയാണോ അത് കേൾക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം. ഫോർ എക്സാമ്പിൾ റഹ്മാൻ സാറിൻ്റെ റോജ, ആ പാട്ട് നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോഴും ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് തോന്നുള്ളൂ. പുള്ളി അത്രയ്ക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. റോജയുടെ എത്ര കവർ സോങ്സ് ഒന്നുമില്ല, എത്ര കവർ സോങ്സ് നമുക്ക് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും? വളരെ കുറവായിരിക്കും. എന്താ വെച്ചാൽ അത് ഇപ്പോഴും ആൾക്കാർക്ക് അതേപോലെ കേൾക്കാൻ ഒരു താല്പര്യ കുറവില്ല. എന്താ വെച്ചാൽ സൗണ്ടിങ് ഇപ്പോഴും റെലവെന്റ് ആണ്. പുള്ളി അന്ന് കമ്പോസ് ചെയ്യണത് 20 വർഷം കഴിയുമ്പോൾ എന്താണ് സൗണ്ടിങ്, അതിനനുസരിച്ചിട്ടാണ് പുള്ളി അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ധാരണ അങ്ങനെയാണ് നമുക്കറിയാം. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആ സമയത്ത് പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ഇപ്പോൾ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കവർ സോങ്സ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നതും അത് വീണ്ടും വീണ്ടും കേൾക്കുന്നതും അത്രയും ഒരു എന്താ പറയുക, ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയില്ല നമ്മൾ, ചിലപ്പോൾ അത് ഇപ്പോഴത്തെ കവർ സോങ്സ് ചെയ്യുമ്പോൾ ആ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് അത് കാരണമായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് പഴയ ഒറിജിനൽ സോങ്ങിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി കവർ സോങ് അതിനായിട്ടും മെച്ചപ്പെട്ടതാന്ന് ഉള്ള അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ അതിനൊക്കെ റീച്ച് ഉണ്ടാവും, ഡെഫിനറ്റ്ലി റീച്ച് ഉണ്ടാവും. എന്താ വെച്ചാൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് നമുക്ക് പഴയ പാട്ടുകൾ കേൾപ്പിക്കാൻ പറ്റുക? ഇപ്പോഴത്തെ ജനറേഷൻ കേൾക്കുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന സോങ്സാണ്. ആ സമയത്ത് ഇറങ്ങിയ സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും കേൾപ്പിച്ചത് കൊണ്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനും കാട്ടിലും മുമ്പൊക്കെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു പോയാൽ ചിലപ്പോൾ ഞാൻ പോലും കേട്ടിട്ടുണ്ടാവില്ല പല പാട്ടുകളും. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ കേൾപ്പിക്കുക എന്നുള്ളൊരു ചിലപ്പോൾ ഒരു സോൾവും കൂടി ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ ആ ഒരു
വേർഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വീണ്ടും പഴയ സോങ് കേൾക്കാൻ ഒരു ചാൻസ് ഉണ്ട്, ശരിക്കുള്ള ഒറിജിനൽ വേർഷൻ കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാൻ മ്യൂസിക് മോജോയിൽ ചെയ്ത എന്തിനു വേറൊരു സൂര്യോദയം, അതാണ് ഞാൻ എൻ്റെ Comeback ആയിട്ട് ചെയ്യുന്നത്. അതെ അതെ എൻ്റെ കരിയറിൽ ചെയ്ത കവർ വേർഷൻസ് പറയാം കേട്ടോ. ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു കവർ വേർഷൻ അതായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ എന്തിനു വേറൊരു സൂര്യോദയം പിക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഒരു റിസർച്ച് നടത്തി നോക്കിയിട്ടായിരുന്നു ആളുകൾക്ക് ഇപ്പൊ എന്ത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം, ഇതിന്റെ എന്ത് ഇപ്പം റിവൈസ്ഡെന്നോ അല്ലെങ്കിൽ റീഡക്സെന്നോ എന്താണെങ്കിലും അത് ഈ എന്തിനു വേറൊരു സൂര്യോദയമാണ് ഇഷ്ടം എന്ന് അതിന്റെ മേലത്തെ ശരിക്കും കാരണം എന്താണ്, എന്തിനായിരുന്നു അങ്ങനെ ഒരു റിസർച്ച്, അങ്ങനെ റിസർച്ച് ചെയ്തിരുന്നു ആ സമയത്ത് ആളുകൾ? ഡെഫിനറ്റ്ലി ഞാനിപ്പോ എല്ലാവരും ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ല, ആൾക്കാർ കേൾക്കാൻ കൊതിക്കുന്ന കുറെ പാട്ടുകളുണ്ടാവും. എനിക്ക് ഈ പാട്ട് പുതിയ രീതിയിൽ കേട്ടാൽ കൊള്ളാം, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിന് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ ആ പാട്ട് നിങ്ങൾ പാടരുത്, യേശുദാസ് സാർ എങ്ങനെയാണോ പാടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് പാടാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളത് പാടരുത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ പഴയ പാട്ടുകൾ നിന്റെ സൗണ്ടിൽ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് വളരെ അധികം ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഇപ്പോൾ ആ ഒരു മ്യൂസിക് മോജോ എന്നുള്ളൊരു പരിപാടി അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ കവർ വേർഷൻ എന്തായാലും ഒറിജിനൽ അല്ല. ഒറിജിനൽ എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, അത് നമുക്ക് ഇഷ്ടം, നമുക്ക് എങ്ങനെ ഒരു പാട്ട് കൺസീവ് ചെയ്യണം, അതിൻ്റെ ലിറിക്സ് എന്തായിരിക്കണം എന്നുള്ള എല്ലാം നമ്മൾ വളരെ ആലോചിച്ച് നമ്മുടെ തിങ്കിങ്ങിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യണത്. മേ ബി ഇപ്പോൾ ആൾക്കാർ എന്ത് സൗണ്ടാണ് കേട്ടോണ്ടിരിക്കണത് അല്ലെങ്കിൽ എന്ത് ജോണറാണ് കേട്ടോണ്ടിരിക്കണത് എന്നുള്ളൊരു പരിഗണന നമ്മൾ ചിലപ്പോൾ എടുക്കും. പക്ഷെ അതല്ലാണ്ട് എല്ലാം നമ്മളാ തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു കവർ സോങ് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ള 1000 പാട്ടുകളുണ്ട്, എനിക്കത് ചെയ്യാം. പക്ഷെ മേ ബി ആൾക്കാർക്കും കൂടി എന്താണ് ഇഷ്ടം, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്ന് നമ്മൾ ആലോചിച്ച് ആ ഒരു കവർ സോങ് ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി ഇഷ്ടമുള്ള സാധനമായിരിക്കും നമ്മൾ ചെയ്യണം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. ഇപ്പോൾ കവർ സോങ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റുകൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണത്. ആൻഡ് അവർക്ക് എവിടെയെങ്കിലും ആ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ കവർ വേർഷൻസ് ഒക്കെ ആർട്ടിസ്റ്റ് ചെയ്യണം. അതുകൊണ്ടായിരുന്നു ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട്, നമ്മളെല്ലാവരും എന്താ എപ്പോഴും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ട ഫസ്റ്റ് ചെയ്യുന്നത് പോയി കമൻസ് വായിക്കുക, ആൾക്കാരെന്താ കമൻറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര രസമാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യണ കാണാൻ. ഇപ്പോഴത്തെ കമൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കിളി പോവും. ഈവൻ ഒരു ട്രോളായിട്ടാണ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഫണ്ണിയാണ്. യെസ്, നെഗറ്റീവായിട്ട് ചെയ്യണത് അതൊരു വേറെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഫൺ രീതിയിൽ നമ്മളെ കളിയാക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കും ചിരി വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറെ ആൾക്കാർ ഈ എന്തിനു ഒരു സൂര്യോദയം എന്നുള്ളൊരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്നുള്ളത്. അത് വേറെ ബാൻഡിന്റെ പാട്ടിന്റെ താഴെ വന്ന കമന്റ്സ് ആട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയം. ഞാൻ പക്ഷെ അത് ചിന്തിച്ചിരുന്നില്ല, അതിനെക്കുറിച്ചൊരു കവർ ചെയ്യണം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ 4 സിംഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ ബാൻഡിൽ. ജിതിൻ രാജ് എന്ന് പറഞ്ഞ സിംഗർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് ഇപ്പോൾ പെരിയോനെ എന്നൊക്കെ പറഞ്ഞ AR റഹ്മാൻ്റെ സോങ് പാടി. പിന്നെ രാധിക എന്ന് പറഞ്ഞ എൻ്റെ കസിൻ ഉണ്ടെന്ന്, പിന്നെ ജയലക്ഷ്മി എന്ന് പറഞ്ഞ 4 പേരുണ്ട്. ഈ ഒറ്റ പാട്ട് 4 പേരും പാടി എന്നൊന്നും ആവില്ല, ആർക്കും ഒന്നൊന്നും കിട്ടില്ല. അപ്പോൾ വൈ നോട്ട് ഡു എ മെഡ്ലി അഗൈൻ, എന്തുകൊണ്ട് നമുക്ക് മെഡ്ലി ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയിലാണ് വേറൊരു ഫേവറേറ്റ് സോങ് മൗനം സ്വരമായി എന്നുള്ളൊരു സോങ്. അവിടെയും അതും കുറേ ആൾക്കാർ കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ, അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ 2 സോങ് വെച്ച് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് കേൾക്കാൻ, നമുക്ക് തന്നെ ഫസ്റ്റ് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പെർഫോം ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തപ്പോൾ രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിയ 2 പാട്ടുകളായിരുന്നു. അത് ഞങ്ങൾ കൺസീവ് ചെയ്ത ഒരു വേർഷനിൽ ഞങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ തോന്നി ഓക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സോങ് റിലീസ് അതായിരുന്നു മ്യൂസിക് മോജോയില്. പക്ഷേ സംഹൗ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ അതാണ് പ്രയാണിന്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു കവർ സോങ് എന്ന് പറയാൻ. കുറെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി, സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് അജയ് എവിടെയാന്നുള്ളൊരു സാധനത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷന് പോയപ്പോഴും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് ആക്ച്വലി ആ കവർ സോങ് വെച്ചിട്ടാണ്. എന്തിനു വേറൊരു സൂര്യോദയം കവർ ചെയ്ത പാടല്ലേ, അതായത് സെലിബ്രിറ്റീസ് ആട്ടോ അവര്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്, ലൈക്ക് നമ്മൾ ആരും എന്താ പറയുക, ആരും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ എല്ലാ എസൻസും. പിന്നെ ഞാനൊക്കെ ഭയങ്കര
സ്പെസിഫിക് ആണ്. അതിന് ഒറിജിനൽ കോമ്പോസിഷൻ എങ്ങനെ അധികം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ആ രീതിയിൽ തന്നെ പാടാം എന്നുള്ള ഇതിൽ വളരെ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാക്സിമം ആ രീതിയിൽ തന്നെ ഞാൻ ഡെലിവർ ചെയ്യാൻ നോക്കി. ഓൺലി തിങ് ഈസ് രവീന്ദ്രൻ മാസ്റ്റർ അത് കമ്പോസ് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം എലിമെൻറ്റ്സ് ഉണ്ടാകും. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് പലതാണെങ്കിൽ ഞങ്ങളത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ആകെ എൻ്റെ ഓർമ്മയിൽ കീബോർഡ് മാത്രം വെച്ചിട്ട് ചെയ്തൊരു വേർഷനാണ്. കീബോർഡും ബേസ് ഗിറ്റാറും മാത്രം വെച്ചിട്ട് മിനിമലായിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിനിമലിസ്റ്റിക്, ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ നമ്മൾ എന്താ വെച്ചാൽ എന്തായാലും ഓൺ കമ്പോസിഷൻ അല്ല, എനിക്ക് പാടാൻ താല്പര്യമുള്ളൊരു പാട്ട് ആൾക്കാർക്ക് ഏത് രീതിയിൽ കേൾക്കണം ആ രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അത്യാവശ്യം എൻ്റെ അറിവിൽ അങ്ങനെ നെഗറ്റീവായിട്ട് എവിടെയും കേട്ടിട്ടില്ല ബൈ ഗോഡ്സ് ഗ്രേസ്. പക്ഷെ നല്ല റെക്കഗ്നേഷൻ അത് കാരണം. എന്തിനു വേറെ ഒരു ഒന്ന് പാടും നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായ ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം, ആ ഈ ചെറുപ്പത്തിലൊക്കെ ഈ കല്യാണി രാഗത്തിലൊക്കെ ഉള്ള കീർത്തനങ്ങളൊക്കെ രാവിലെ പാടുന്നുണ്ടല്ലോ. അപ്പൊ ഈ കല്യാണി രാഗത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഭാവം അതൊക്കെ ആ ചെറുപ്പത്തിൽ ആരാ പറഞ്ഞു തന്നിരുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്താ വെച്ചാൽ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് അത് വലിയൊരു, ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ മഹാസാഗരമാണ്. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഞാൻ പഠിച്ചത് ബോംബെയിലാണ്. അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കർണാട്ടിക് പഠിക്കണേ. 3.5 വയസ്സ് തൊട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഗീതത്തിലാണ്. ഗീതം എന്ന് പറയുന്നത് ഒരു എന്താ വെച്ചാൽ ഒരു ചവിട്ടുപടിയാണ്. അതായത് സ്വരങ്ങൾ അറിയാമെന്ന് പറയുമല്ലോ. സരിഗമ പദനിസ ഉണ്ട്. സരിഗമ പദനിസ നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ പാടാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുക. കല്യാണി രാഗം, മോഹനം, ശങ്കരാഭരണം. എന്നെ ഫസ്റ്റ് പഠിപ്പിച്ചത് അതൊക്കെ വർണ്ണത്തിലാട്ടോ വരിക. വർണ്ണം എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഈ പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറയുന്ന ഡിവിഷൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിച്ചത് മോഹനം രാഗമാണ്, നിന്നുക്കോരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കല്യാണി രാഗം പഠിക്കണം. എന്താ വെച്ചാൽ കല്യാണി രാഗം എന്ന് പറയുന്നത് കുറച്ച് അതിൽ എല്ലാ സ്വരമുണ്ട്. ആ വർണ്ണം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി അല്ല, പഠിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് കുറച്ച് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീച്ചർ അത് പഠിപ്പിച്ചു തുടങ്ങിയത്. ആൻഡ് കല്യാണി രാഗം ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള രാഗം. ആസ് ഇൻ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു രാഗമാണ് കല്യാണി രാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് കല്യാണി രാഗം വെച്ചിട്ട് അത് കല്യാണി രാഗം മാത്രമല്ല, നമ്മൾ ശരിക്കും ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് കുറേ അധികം രാഗങ്ങളുണ്ട്. ഈ പോസിറ്റിവിറ്റി തരുന്ന കുറേ അധികം രാഗങ്ങളുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കല്യാണി രാഗം വെച്ചിട്ടായിരിക്കും മോർണിംഗ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ കല്യാണി രാഗം വെച്ചിട്ടല്ല മോർണിംഗ് തുടങ്ങണത്. അത് മാറി. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടങ്ങളാണ്. അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ചിലപ്പോൾ ചിലർക്ക് ഈ ഒരു കുറച്ചൊരു സാഡ് രാഗങ്ങളുണ്ട്. ചിലപ്പോൾ അത് കേൾക്കുമ്പോഴായിരിക്കും ആൾക്കാർക്കൊരു മനസ്സിനൊരു ശാന്തത തോന്നുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഡിഫറൻസസ് വരുന്നത്. ചിലർക്ക് ഈ പറയുന്ന പോസിറ്റീവ് രാഗങ്ങൾ കേട്ടുകൊണ്ട് തുടങ്ങാനായിരിക്കും ഇഷ്ടം.
ചിലവർക്ക് കുറച്ചും കൂടി അവരുടെ മൈൻഡ് സെറ്റ് പോലെ ആയിരിക്കും, ഇപ്പോഴത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ആയിരിക്കും. ചിലപ്പോൾ എണീക്കുമ്പോൾ എല്ലാവരും ഹാപ്പി മോർണിംഗിലായിരിക്കില്ല എണീക്കണം, ചിലവർ വിഷമത്തോടെ ആയിരിക്കും ചിലപ്പോൾ എണീക്കണം. അപ്പോൾ അവർക്ക് കേൾക്കേണ്ട രാഗം കല്യാണി രാഗം ആയിരിക്കില്ല, അവർക്ക് വേറെ എന്തെങ്കിലും രാഗമായിരിക്കും കേൾക്കണം. സോ അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോരുത്തരുടെ ലിസണിങ്, ഓരോരുത്തർക്ക് എന്താണ് ഇഷ്ടം, ഇപ്പം എന്താണ് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം വെച്ചിട്ടായിരിക്കും ഓരോരുത്തർ ചിലപ്പോൾ അവരുടെ മോർണിംഗ്സ് തുടങ്ങുന്നത്. ഇപ്പം ഒന്നാം രാഗവും മാനം തെളിഞ്ഞു എന്നാലും കൂടിയിട്ടൊരു കോമ്പോസിഷൻ ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഒന്നാം രാഗം എന്ന് യൂട്യൂബിൽ അടിക്കുമ്പോൾ ആദ്യം വരുന്ന ഒന്നാം രാഗത്തിൻ്റെ ഒറിജിനൽ വിഷലിന് ശേഷം തൊട്ടടിയിൽ വരുന്നത് ഈ ഒന്നാം രാഗവും മാനം തെളിഞ്ഞു എന്നുള്ള സെർച്ചിൽ വരുന്നത്. അപ്പം ആക്ച്വലായിട്ടുള്ള കാര്യം കാണുന്നതിനേക്കാളും കൂടുതൽ അതിനെ അത്ര തന്നെ ആളുകൾ ഈ കോമ്പോസിഷനും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞില്ലേ അധികം ആ പാട്ടിനെ മൊത്തത്തിൽ ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റില്ല എന്നുള്ളത്. ഇതിനെ ഇപ്പോൾ ഒന്നാം രാഗമൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര പോപ്പുലറാണ്, അത് എല്ലാ ജനറേഷനും കേട്ടിട്ടുള്ള പാട്ടുമാണ്. അതിനു വേണ്ടി എത്രമാത്രം ശ്രമം അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ആ പാട്ടിൻ്റെ സോൾ എങ്ങനെ നശിപ്പിക്കാതിരിക്കാം എന്നുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പറയില്ലേ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പം അവിടെയാണ് ഇപ്പോൾ ഒരു ഒന്നാം രാഗം അല്ലെങ്കിൽ വാനം തെളിഞ്ഞ് പാട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു റോക്ക് ജോണറിൽ വേണമെങ്കിൽ ചെയ്യാം, എൻ്റെ ബാൻഡിന് കൂടെ കുറേ ഡിസ്റ്റോർഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് പാടില്ല, ആ ഒരു പാടില്ല എന്നല്ല, എനിക്കത് താല്പര്യമില്ല, അതാ പറയണേ. ആ സോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോഴാണ് ഓക്കെ, നമുക്ക് ആ സമയത്ത് വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, മാധവ് ഗോപി എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, രാമുരാജ് ആയിരുന്നു ആ സമയത്തും നമ്മുടെ കീബോർഡിസ്റ്റ്. അപ്പോൾ നമ്മളൊരു മിനിമൽ അപ്രോച്ച് നോക്കുമ്പോഴാണ് എപ്പോഴും ആ ഒരു സോള് നമുക്ക് ഭയങ്കരമായിട്ട് കളയാണ്ട്. എന്താ വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് വരുന്നത് സിംഗിങ്ങിനാണ്. ഒന്നാം രാഗം നമ്മൾ നോക്കുമ്പോഴും മാനം തെളിഞ്ഞേ വന്ന് നോക്കുമ്പോഴും, മാനം തെളിഞ്ഞ ഒരു പെപ്പി നമ്പർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് തോന്നുന്നത്, ഭയങ്കര ഡാൻസ് സോങ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ അത് ശരിക്കും നോക്കിയാൽ ഭയങ്കര നല്ലൊരു മെലഡിയാണ്, ഭയങ്കര നല്ലൊരു മെലഡിയാണെന്നുള്ളത് ഞങ്ങൾ ആ സമയത്ത് പാടി നോക്കുമ്പോഴാണ് നമുക്കും റിയലൈസ് ആവണം. അതായത് ഇപ്പോൾ AR റഹ്മാൻ്റെ അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്, ഭയങ്കര അടിപൊളി പാട്ട്. ഇപ്പോൾ തില്ലാന അത് ശരിക്കും നിങ്ങൾ ഒന്ന് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പാടി നോക്കിയാൽ ഭയങ്കര നല്ലൊരു മെലഡിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നാം രാഗം ഡെഫിനറ്റ്ലി അന്നും ഭയങ്കര നല്ലൊരു മെലോഡിയസ് പാട്ടായിരുന്നു. ആ പാട്ടായിട്ടാണ് ഔസേപ്പച്ചൻ സാർ അത് ചെയ്തത്. അഗൈൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് മ്യൂസിക് മോജോയിൽ ആയിക്കൂടാ എന്നുള്ളൊരു ആ ഒരു തോട്ടിലാണ് ആ പാട്ട് ചെയ്ത് പാടി വന്നപ്പോഴാണ് ഓക്കെ, ഇത് വേറൊരു ഒരു നമ്മൾ പറയില്ല, ഒരു ഷിഫ്റ്റ് എന്ന് പറയും. അതായത് ഒരു പല്ലവിന്ന് അനുപല്ലവി കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് ബോറിംഗ് ആക്കാതിരിക്കാം, അല്ലെങ്കിൽ റിഡൻഡൻ്റ് എന്ന് പറയും, അതായത് ഒരേപോലെ സൗണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാം. അവിടെയാണ് ഈ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ, പാടുവതും രാഗം നിൻ തേടുവതും രാഗം ഞാൻ ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. അവിടുന്ന് ഒരു കോഡ് ഷിഫ്റ്റ് ചെയ്ത് തരരരാ 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 പാടവരുമ്പോഴും ചാഞ്ചാടും എന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് ഞങ്ങൾക്ക് ഗൂസ് ബംസ് വന്നു പോയി. എന്താ വെച്ചാൽ അതൊരു മാജിക് ഓഫ് കോഡ്സ് ആണ്. ഒന്നാം രാഗം സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കോഡ്സ് ഉണ്ടാവും, അവിടുന്ന് പെട്ടെന്ന് നമ്മൾ മാനം തെളിഞ്ഞെന്ന് പറയുമ്പോൾ വേറെ സെറ്റ് ഓഫ് കോഡ്സ് ആണ്. അപ്പോൾ അതൊരു എലിവേഷൻ ആണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാവ് എന്ന് തോന്നില്ലേ? അത് ആൾക്കാർക്ക് തോന്നിയെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഞങ്ങൾ അന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് തോന്നിയായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് നമ്മള് അഗൈൻ ഒരു ഈ മാനം തെളിഞ്ഞ നിന്നായിരുന്നുള്ള പാട്ടിന്റെ വേർഷൻ എപ്പോഴെങ്കിലും ബേണി ഇഗ്നേഷ്യസ് ഒറിജിനൽ കമ്പോസേഴ്സ് കേൾക്കോ അഭിപ്രായം പറയാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല, അറിയില്ല. ഇനി വേണമെങ്കിൽ ചോദിക്കാം. കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് അഗൈൻ മാക്സിമം അതിന്റെ സോളൊന്നും കളയാതെ പെർഫോം ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്തു. വേണുഗോപാൽ സാർ ഒന്നാം രാഗം കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, വേണുഗോപാൽ സാറും അരവിന്ദും അത് കേട്ടിട്ടുണ്ട്. അവർക്ക്
അവർ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഔസേപ്പച്ചൻ സാർ ആക്ച്വലി മൗനം സ്വരമായി കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പാലക്കാട് ഒരു പരിപാടിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കവർ വേർഷൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനിങ്ങനെ മൗനം സ്വരമായി സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അഗൈൻ എല്ലാവരും നോക്കണം എന്താ വെച്ചാൽ അവര് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു കമ്പോസറിന്റെ മനസ്സിലൊരു സോൾ ഉണ്ടാവും, ഒരു പാട്ടിനൊരു സോൾ ഉണ്ടാവും. അത് എങ്ങനെയൊക്കെ പാടണം, എങ്ങനെ പാടാൻ പാടില്ല എന്നായിരിക്കും അവരുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാണ്ട് നമ്മൾ പാടിയ ഒരിക്കലും ഇപ്പൊ റിയാലിറ്റി ഷോസിൽ എന്താണ്, റിയാലിറ്റി ഷോസിലും ഉള്ള പാട്ടുകൾ തന്നെ പാടിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്തിട്ടൊക്കെ പാടുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് പിള്ളേരൊക്കെ പാടുന്നത്. എവിടെയും സോള് നഷ്ടപ്പെടുന്നില്ല. അപ്പം ജഡ്ജസ് ആരാ? മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ്. ചിലപ്പോൾ ആ പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ് ചില ജഡ്ജസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒന്നും അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം എന്ന് പറയണത് എഗെയിൻ പെർസ്പെക്റ്റീവ്സ് ആട്ടോ. ഒരു പാട്ടിനെ ഭയങ്കരമായിട്ട് ഒരു വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തിനു വേറെ സൂര്യോദയം ഒരു റോക്ക് ജോണറിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന കോൺട്രവേഴ്സീസിൽ ചിലപ്പോൾ ഞാൻ പോടുമായിരുന്നു. അവിടെ ഈ രണ്ട് ആൾക്കാരും അവരും ഡെഫിനറ്റ്ലി ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരും കേട്ടോ. അതിന് കൊള്ളാം, റോക്കിലും കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അത് വളരെ ചെറിയ ശതമാനമായിരിക്കും. ഏറ്റവും കൂടുതൽ ശതമാനം പറഞ്ഞാൽ എന്തിനും ഒരു സൂര്യോദയം 20 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കണ ഓഡിയൻസ് ആയിരിക്കും. അവർ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സഹിക്കില്ല, മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടല്ലാണ്ട് ആ പാട്ടിന് ഇപ്പോൾ ക്ലാസിക്കലിൽ നമ്മൾ എന്താ പറയുക, ഇംപ്രൂവൈസേഷൻ എന്ന് പറയുമ്പോൾ കുറേ ആലാപ് പാടും, അല്ലെങ്കിൽ സംഗതികൾ പാടും. സംഗതികൾ പാടിക്കൊണ്ടൊരു പാട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനൊരിക്കലും ഒരു സോള് നശിപ്പിക്കാവുന്ന ഒരു സാധനമില്ല. അത് നമ്മുടെ സ്റ്റൈലിൽ പാടാന്നുള്ളതുള്ളൂ. നമുക്ക് ചിലപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനൊരു പാട്ട് സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ എനിക്ക് കിട്ടണത് ഒരു 1 hour 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടണത് ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ലിസണർ അല്ലെങ്കിൽ വേറൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പാട്ട് അവർ 5-6 കൊല്ലം കേട്ടുകൊണ്ടിരിക്കുക, 5-6 കൊല്ലം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും അവർ പഠിച്ച സ്റ്റൈൽ ഉണ്ടാവും. ഓരോ പ്രാവശ്യം പാടുമ്പോൾ അത് വേറെ വേറെ രീതിയിൽ ചിലപ്പോൾ പാടാൻ അവിടെയാണ് ഈ പറയുന്ന ഇംപ്രൂവൈസേഷൻ വരുന്നത്. അവിടെ ഒന്നും ഒരിക്കലും നമ്മൾ ആ സോളിനെ നശിപ്പിക്കല്ല. ആ രാഗം, ഓരോ രാഗത്തിനും ഓരോ പോക്കുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ആ രാഗം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊക്കെ കച്ചേരിയിൽ പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുക. ഒരു കീർത്തനം ഒരു 1/2 മണിക്കൂർ ഇരുന്ന് അവർ പാടും. അതെന്താ വെച്ചാൽ ആ ഒരു രാഗത്തിൻ്റെ ഒരു സോളുണ്ട്. അത് നമുക്ക് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈ അന്ന് 2 മണിക്കൂർ നമുക്കൊരു സിനിമ നിർത്തണം എന്നുള്ളത് ചിലപ്പോൾ ഒരു ഡയറക്ടറിന്റെ സൈഡിൽ നിന്നായിരിക്കും പറഞ്ഞത്. ആ 2 മണിക്കൂറിലൊരു സിനിമയിൽ ഈ 4 മിനിറ്റിന്റെ പാട്ട് നമുക്ക് വേണമെങ്കിൽ 8 മിനിറ്റ് ആയിട്ട് കമ്പോസറിന് ചെയ്യാം. പക്ഷെ ഈ 4 മിനിറ്റ് പോലും ചിലപ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ട്യൂൺ അവർ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ 3.5 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 3.25 മിനിറ്റിലേക്ക് ഒതുക്കാം എന്നുള്ള രീതിയിലാണ് പല സോങ്സും കുറച്ചൊന്ന് ടെമ്പോ കൂട്ടി ഒന്ന് ഫാസ്റ്റ് ആക്കി വരും. അവിടെയാണ് നമ്മൾ ഈ റിയലൈസ് ചെയ്യുന്നത് നല്ലൊരു മെലഡി ആണല്ലോ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ആ സോള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്ത് പാടുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക. ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം, പക്ഷെ അവിടെ ഡെഫിനറ്റ്ലി കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്ന് നെഗറ്റീവ് കമന്റ്സ് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഈ അതിരികാക്കും ചെയ്തല്ലോ, അപ്പൊ അതിനൊരു വിഷ്വൽ സാധ്യതയുണ്ടായിരുന്നു ആ സമയത്ത്. ഔട്ട്ഡോറിലൊക്കെ പോയി അത് നന്നായി ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിരികാക്കിന്റെ ഒരു റീബർത്തും കൂടിയായിരുന്നു. അതായത് സർവകലാശാലയില് ആ പാട്ട് വന്ന് കാവാലം സാറുമായിട്ട് സംബന്ധിച്ചിട്ട് ആ പാട്ടുകൾ ആളുകൾ കേട്ടിട്ടില്ല എന്നല്ല ഞാൻ പറയണേ. അതിനുശേഷം അതിന്റെ ഫിലിം വേർഷൻ വന്നപ്പോൾ അത് ആളുകൾ കേട്ടു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡേവിഡ് ആൻഡ് ഗോലിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയും ഒരു 3ാമത്തെ വട്ടം ആളുകൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്രയാൻ വന്നത് അത് പാടുമ്പോഴായിരുന്നു. അതിരികാക്കും എന്തുകൊണ്ടാ ചൂസ് ചെയ്തത്? ഒരു കാലഘട്ടത്തിൽ ഈ ഫോക്ക് സോങ്സ് ഭയങ്കര ഒരു ട്രെൻഡിങ് വിഷയമായിരുന്നു. ഫോക്ക് സോങ്സ്. വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഓരോ ആർട്ടിസ്റ്റ് നോക്കുമ്പോഴും ഈ ലോകത്തിലുള്ള ഏതൊരു ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ അവർ ജനിച്ചു വളർന്ന സ്ഥലം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നായിരിക്കും ആദ്യം ആലോചിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. നമ്മുടെ കേരളത്തിന്റെ റൂട്ട്സ്, ഒരു സാധ്യത എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. ഈ നാടൻ പാട്ടുകൾ പണ്ടത്തെ ശൈലി എന്ന് പറയുമ്പോൾ ഭയങ്കര റിഥമിക്ക,
കുറേ ഋത്തം എന്ന് പറയുന്ന ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, ചെണ്ട വെച്ചിട്ട് പാടും കുറേ ആൾക്കാർ, കൈതോല പാടും. ആ സമയത്ത് കൈതോലയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് കുറേ ബാൻഡ്സ് ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ വേറെ എന്തായിരിക്കും എന്താ വെച്ചാൽ ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. അഗൈൻ അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു ഒറിജിനൽ കമ്പോസിഷനാണെന്ന് നമ്മൾ പറയില്ല. അത് ഞങ്ങൾ വേറൊരു രീതിയിൽ റീഅറേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമേ ഞങ്ങൾ എവിടെയും നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. അഗൈൻ ഒരു കവർ വേർഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിര് കാക്കും അഗൈൻ ഒരു ഭയങ്കരമായിട്ട് ആരും അങ്ങനെ കേൾക്കാത്തൊരു ഫോക്ക് സോങ് ആയിരുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു സജു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, അവർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതിര് കാക്കുമിൻ്റെ. ഭയങ്കര രസമായിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഭയങ്കര റോക്ക് ആയിരുന്നില്ല, ഒരു സോഫ്റ്റ് റോക്ക് എന്നുള്ള രീതിയിലായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതും എനിക്ക് തോന്നുന്നു ആകെ കുറച്ച് ലൈൻസ് വെച്ചിട്ടായിരുന്നു അവർ ചെയ്തത്. സോ വൈ നോട്ട് പുഷ് ദാറ്റ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിര് കാക്കും ഇസ് എ ഫോക്ക് സോങ്. ഫോക്ക് സോങ് ഇസ് വെരി റോ, ഭയങ്കര റോ ആണ്. ഈ കൈതോല, ഈവൻ ഈ കലക്കാത്ത എന്ന് പറഞ്ഞൊരു സോങ്, അതിരൊക്കെ അങ്ങനെ ഫോക്ക് സോങ്ങുകൾ ഭയങ്കര റോ, ഭയങ്കര റിത്തമിക് ആയിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തോണം. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഐഡൽസ് എന്നൊക്കെ പറയുന്ന അവിയൽ ബാൻഡാണ്. അവരുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ട്രാക്ക് എന്ന് പറയുന്നത് ചെക്കയിൽ അടിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു വേർഷൻ വരും എന്നുള്ളത്. സോ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് അതിര് കാക്കും ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് ഹാർഡ് റോക്ക് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും. അപ്പം അതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്കൊക്കെ പോകുമ്പോൾ ആണ് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡ് റോക്കിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുവരെ ആൾക്കാർ അധികം പാടാത്ത ലിറിക്സ് അടക്കം ഞങ്ങൾ എടുത്തിട്ട് അതിനെ ട്യൂൺ കുറച്ച് മാറ്റിയിട്ട് നമ്മളത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത്. അവിടെ നമ്മൾ നോക്കിയത് ഈ ആ ലിറിക്സിനൊരു മീനിങ് ഉണ്ട്. ലിറിക്സിൻ്റെ മീനിങ് എന്ന് പറയണത് യുനോ ഈ അതിര് കാക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പുഷ് ചെയ്തത് ആ ഒരു പാട്ട്. ആ സമയത്ത് ഫ്ലഡും പ്രളയമൊക്കെ വന്നൊരു സാധനം. അപ്പം നമ്മൾ ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ബിക്കോസ് ദേ വെർ ദ ഹീറോസ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഫ്ലഡ് വന്നപ്പോൾ അവരായിരുന്നു നമ്മളൊക്കെ കാത്തത്. അപ്പം അങ്ങനെയാണ് അതിര് കാക്കും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പാട്ട് റിലീസ് ചെയ്യാം എന്നൊരു ഐഡിയ വന്ന് നമ്മൾ കപ്പ ടി വിയിൽ തന്നെ അത് റിലീസ് ചെയ്തു. ഒന്ന് പാടാവോ? അതിര് കാക്കും മലയൊന്ന് തൊടുത്തേ തകതകതാ. അതിരു കാക്കും മലയൊന്ന് തൊടുത്തേ തകതകതാ. അങ്ങു കിഴക്കത്തെ ചന്താമരക്കുളത്തില് ഈത്തുള്ള തറയില് വെറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊളിച്ചേ തകതകതാ. ചതിച്ചില്ലേ നീരാളി, ചതിച്ചില്ലേ നീരാളി, ചതിച്ചില്ലേ. ഇതിങ്ങനെ പാടുമ്പോ ഇങ്ങനെയും പാടാട്ടോ. ഞങ്ങൾ ആ സമയത്ത് കുറച്ച് ഭയങ്കര റോക്കൊക്കെ തലയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അവിയലിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു? ഒരു 2006 to 2012 വരെ അവിയൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാ പടത്തിലും അവിയലിന്റെ ഒരു സോങ് വരിക, അവിയല് മറ്റേ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുക, പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പടത്തിൽ പാട്ടുകൾ ചെയ്യുക. എന്നുവെച്ചാൽ അവിയലേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അവരാണ് ഐഡലും ഒരാളുകൾക്ക് റോൾ മോഡലൊക്കെ. അവിയൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയുന്നത് അവിയലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എന്നുവെച്ചാൽ ഈ പറയുന്ന വെസ്റ്റേൺ ബാൻഡ്സ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കിയപ്പോ നമ്മുടെ റൂട്ട്സിലേക്കാണ്. ഇവിടെ ആരാണ് റൂൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അവിടെയാണ് അവിയൽ വന്ന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, അവരാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഇങ്ങനെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ദർ ഇസ് എ സ്കോപ്പ് ഇൻ ഇൻഡിപെൻഡൻറ്റ് സീൻ, ഇൻഡി സീൻ എന്നുള്ളത്. അവിയൽ ഇസ് എ വെരി ബിഗ് പാർട്ട് ഓഫ് ദിസ് ഹോൾ മൂവ്മെൻറ്റ് വേർ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് കുഡ്. എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ കാലത്ത് ആർക്കും അങ്ങനെ ചിന്തിച്ചു നോക്കാൻ പറ്റും എന്നുള്ളത്. പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു, ആൽബം സോങ്സ് ഉണ്ടായിരുന്നു. സുന്ദരി വേണ്ടെന്ന്, ചെമ്പകമയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആൽബം സോങ്സ് എന്ന രീതിയിൽ. പക്ഷെ അത് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്. അതല്ലാണ്ട് ഈവൻ അത് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് സോങ് അല്ലേ? ചെമ്പകമേ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മൂവി സോങ്, ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് സോങ്. ബട്ട് ദെൻ
എനിക്ക് ഈസ്റ്റ് കോസ്റ്റ് അതെ, അടുത്ത് East ഈസ്റ്റ് Coast, കോസ്റ്റിന്റെ ബാനറിൽ വന്ന ഒരു അത്യാവശ്യം ആ സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിക്ചറൈസ് ഒക്കെ ചെയ്ത് വന്നൊരു സോങ്ങാണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സീനിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ദർ ഇസ് നോ ബഡി ടു കൺട്രോൾ യു. യു ആർ ഫ്രീ ടു എക്സ്പ്രസ് യുവർ ആർട്ട്. എങ്ങനെ വേണമെങ്കിലും അത് ഓരോ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ അവരുടെ ലൈഫായിരിക്കാം എക്സ്പീരിയൻസസ് എന്ന് പറയണത്. അവിടെ നിന്നായിരിക്കാം അവർക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഒരു സോങ് കമ്പോസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഇൻസ്ട്രുമെൻ്റൽ ആവാം. പാട്ട് വേണമെന്നില്ല, ഇൻസ്ട്രുമെൻ്റൽ ആവാം ഇൻഡിപെൻഡൻസ് സീനിൽ. സോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് തുറക്കാൻ ഐ ഗെസ് അവിയൽ വാസ് എ വെരി ദേ പ്ലേഡ് എ മേജർ റോൾ. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഐ ഗെസ് ജോബ് കുര്യൻ. ജോബ് എന്നൊക്കെ പറയണത് ഞങ്ങൾ ഒരുമിച്ച് ആ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ ഉണ്ടായപ്പോഴും ഹി ഹാഡ് എ ക്ലിയർ വിഷൻ ദാറ്റ് പുള്ളിക്ക് പാട്ടാണ് വേണ്ടത്, പാട്ടാണ് മെയിൻ. ഐ ഗെസ് അത് കഴിഞ്ഞ് പുള്ളി പോയി പഠിക്കുക ചെയ്ത പാട്ട്, കൂടുതൽ പഠിക്കുക ചെയ്ത പാട്ട്. എന്നിട്ട് ഹി കെയിം ഔട്ട് വിത്ത് ലൈക്ക് സ്റ്റണ്ണിങ് ട്രാക്സ്. സോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് എപ്പോഴും. ഒരുമിച്ച് അവിയലിന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഞങ്ങൾ അവിയലിന്റെ കൂടെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, 3 സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ക്ലബ് എഫ്എമ്മിന്റെ കോഴിക്കോടിലുള്ള പരിപാടിയിൽ ഞങ്ങളായിരുന്നു ഓപ്പണിംഗ് ബാൻഡ്. അത് കഴിഞ്ഞിട്ട് അവിയൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് അഗെയിൻ നോട്ട് എ വെരി ഗുഡ് ഡേ, ബട്ട് അവിടെ ഞങ്ങളായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എൻ്റെ അമ്മ മരിച്ചുപോയ ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തായിരുന്നു പരിപാടി. രാവിലെ ഞങ്ങൾ ഇറങ്ങി, അവിടെ ഉച്ചയാകുമ്പോൾ എത്തി. അപ്പോഴാണ് അറിയണത് അമ്മ പോയി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കത് ഇൻ ദി എൻഡ് വി ആർ ഓൾ ആർട്ടിസ്റ്റ്സ്. സോ അമ്മയ്ക്കും ഞാൻ ആ പരിപാടിയിൽ പോയി പെർഫോം ചെയ്യണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ആകെ ഉള്ളത് അന്ന് രാവിലെ അമ്മ ഉറങ്ങായിരിക്കുന്നു വിചാരിച്ചിട്ട് ഒരു ബൈ പറയാൻ പറ്റിയില്ല. ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ച തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണാൻ പറ്റും എന്നുള്ള ഇതിലായിരുന്നു. ഞാനും എൻ്റെ അനിയനും എൻ്റെ ബാൻഡിലാണ് ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ബട്ട് ദെൻ ദ തിങ് ഇസ് ലൈക്ക് വി കാൺട്ട്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ടു സീ അവർ ഷോ. അവിടുന്ന് അത് വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ആൻഡ് ഫോർ മീ ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം വെയർ ഐ കുഡ് ഗിവ് എ ട്രിബ്യൂട്ട് ടു മൈ മോം. ഞാനപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫുൾ സ്റ്റേജിൽ അമ്മയുടെ ഇമേജസ് ഇട്ടുകൊണ്ടായിരുന്നു ഞങ്ങളന്ന് പെർഫോം ചെയ്തത്. സോ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു 4000 പേര് എൻ്റെ അമ്മേനെ അന്ന് അറിഞ്ഞു എന്നുള്ളൊരു മൊമെൻറ്റിലേക്കും കൂടിയാണ് ഞാൻ ആ ഒരു ഷോ എൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. ഇറ്റ് വാസ് എ ഹാർഡ് മൊമെൻറ്റ്, ബട്ട് ദെൻ ഷോ ഞങ്ങൾ ചെയ്തു. അല്ല, ഇത് അറിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യുന്നത്? അല്ല, അത് യെസ് അറിഞ്ഞിട്ടാണ് പെർഫോം. എന്താ വെച്ചാൽ ഈവനിങ് ആയിരുന്നു പെർഫോമൻസ്. ഇത് ഉച്ചയാകുമ്പോഴേക്കാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇറ്റ് വാസ് ഹാർഡ്, ബട്ട് ദെൻ ഞങ്ങൾ പെർഫോം ചെയ്തു. എന്തായിരുന്നു മീൻസ് ആളുകൾ എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതാണോ, അത് അമ്മയ്ക്കൊരു ട്രിബ്യൂട്ട് എന്തായിരുന്നു മനസ്സിൽ? എല്ലാം ഉണ്ട്, മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു. കൂടെ അച്ഛനും ഫുൾ ടൈം ഫോണിൽ പറയുന്നത്, നീ പെർഫോം ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മതി എന്നുള്ളതാണ് അച്ഛനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഞാൻ പെർഫോം ചെയ്യാതെ പോയാലും പെർഫോം ചെയ്തിട്ട് പോയാലും തിങ്സ് വോണ്ട് ചേഞ്ച്. സോ അറ്റ്ലീസ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ട്രിബ്യൂട്ട് നീ അവിടെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോഴാണ് ഐ തോട്ട് ഓക്കെ, ഐ ഷുഡ് ഡു ദറ്റ് ഷോ ആൻഡ് ദെൻ ഗോ ബാക്ക്. സോ മറ്റേതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ മാത്രം തീർക്കാവുന്നുള്ളൊരു ഒരു 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 ട്രിബ്യൂട്ടായിരുന്നെങ്കിൽ ആ ഷോ കാരണം അറ്റ്ലീസ്റ്റ് 5000 ആൾക്കാർ എൻ്റെ അമ്മയുടെ മുഖം കണ്ടു. LED സ്ക്രീൻ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ട്രിബ്യൂട്ടായിട്ട് ഞാൻ പാടി. അത് ഞാൻ ആക്ച്വലി എനിക്ക് പാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദെൻ ഓഡിയൻസ് മെയ്ഡ് ഷുവർ ദാറ്റ് ദേ ഓൾസോ സാങ് അലോങ് വിത്ത് മീ. അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഐ എം ഷുവർ. ഏതായിരുന്നു പാട്ട്? മേരിമ, ശങ്കർ മാധവൻ്റെ മേരിമ എന്നുള്ളത് പറഞ്ഞൊരു പാട്ടാണ്. സോ അത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ദാറ്റ് me and my brother could do something which will be memorable for a long time, even after she has gone. Okay, മേരിമ ഒന്ന് പാടാമോ? കുറച്ച് പാടാം.
അത് ഭയങ്കര ഇൻസ്പയറിങ്, ട്രൂലി ട്രൂലി. സോ അങ്ങനെ അപ്പോൾ അവിൽ അന്നും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം അജയ് സത്യനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ. അപ്പം ഈ പറഞ്ഞ കീർത്തനം പാടുന്നത് എന്നോട് രാത്രിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റാണോ അറിയില്ല. മീൻസ് ബ്രോ പാടുമ്പോ അമ്മ ഡാൻസ് ചെയ്യോ അങ്ങനെ എന്തോ? ഇല്ല, എന്താ പറയാ, അമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്റെ അല്ല, അമ്മയല്ലേ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ ഓക്കെ. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. എന്താ വെച്ചാൽ ചെറുപ്പത്തില് എല്ലാരും കളിച്ച് നടക്കുന്ന പ്രായം ആയിരിക്കും അല്ലേ. അതെ അതെ. പക്ഷെ അമ്മ മേഡ് ഷുവർ ദാറ്റ് ഞാൻ ബോംബെയിലായിരുന്നു കേട്ടോ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ 6 മണിക്ക് ബസ് വരും സ്കൂളിലേക്ക് പോകാൻ. 7 മണി തൊട്ടാണ് അവിടെ സ്കൂൾ ടൈമിങ്സ് ഒക്കെ. അപ്പോൾ 4:30 അമ്മ വിളിച്ച് എണീപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ സാധകം ചെയ്യിപ്പിക്കും. അപ്പോൾ പിള്ളേരാകുമ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അമ്മ കൂടെ ഇരുന്ന് അമ്മ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സാധകം ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 1 hour മാക്സ് സാധകം ചെയ്തിട്ട് ഇവൻ സ്കൂളിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു ഒരു പുഷ്. നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ വേണമല്ലോ. ഒരു ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഒരു മോട്ടിവേഷൻ വേണം, എസ്പെഷ്യലി വെൻ യു ആർ കിഡ്സ്. until somebody ask you to do something you won't do. സോ അവിടെയാണ് അമ്മ പ്ലേഡ് എ ബിഗ് റോൾ. ആൻഡ് ഈവൻ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ എൻ്റെ അമ്മയും അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ അത് നടക്കുന്നത് കേരളത്തിലാണ്, ഞാൻ ബോംബെയിലാണ്. ആൻഡ് ഇറ്റ്സ് മൈ ഇമ്പോർട്ടൻറ്റ് പീക്ക് ടൈം ഫോർ എ സ്റ്റുഡൻറ്റ് 11th and 12th എന്ന് പറയണത് അല്ലേ. ആ സമയത്ത് അമ്മയും അച്ഛനും ന്യൂസ് പേപ്പറിൽ കാണുന്നു ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ നടക്കുന്നുണ്ട് കൊച്ചിയിൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓൾറെഡി ഗുരുവായൂർ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അമ്മയച്ഛന് പറഞ്ഞു നമുക്ക് അവിടെയും ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ സംഭവം കിട്ടി. ആൻഡ് ദെൻ അവിടെയും അഗെയിൻ ടഫ് കോൾ. എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ബോംബെയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു 6-7 മാസം ബോംബെയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. സ്കൂളല്ല ആ സമയത്ത് ഞങ്ങൾക്ക് കോളേജ് 11th 12th. അപ്പോൾ കോളേജൊക്കെ എന്തായാലും ലീവ് എടുക്കേണ്ടി വരും, പ്രശ്നമാവും. 12th ചിലപ്പോൾ 12th എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷനാണ്. വേർ മോസ്റ്റ് ഓഫ് ദ പേരൻസ് വുഡ് ഹാവ് ടോൾഡ് ദെയർ ചൈൽഡ് ടു സ്റ്റേ ബാക്ക്. നീ പോകണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പാട്ട് നോക്കാം എന്നായിരിക്കും എല്ലാവരും പറയാം. പക്ഷെ എൻ്റെ അമ്മ അച്ഛനും കുഴപ്പമില്ല, നീ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവരുണ്ടായിരുന്നത്. സോ they were always supportive. And ആ ഒരു വർഷം കളഞ്ഞു 12th ആക്ച്വലി. എന്താ ഞാൻ സയൻസ് ആയിരുന്നു ഇവിടെ തന്നെ. സയൻസിൽ ലബോറട്ടറിയിൽ റെക്കോർഡൊക്കെ ഭയങ്കര പണിയല്ലേ. അപ്പോൾ 11th പകുതി വെച്ച് ഞാൻ തിരിച്ചു വരുന്നത് 12th പകുതിയിലാണ്. അത്രയും കാലം സയൻസിൽ എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ 12th എക്സാം വന്നപ്പോൾ എനിക്ക് ബഹ്റൈനിലോ ഗൾഫിലോ എവിടെയോ ഷോസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ ഞാൻ അങ്ങോട്ടേക്കാണ് പോയത്, എക്സാം എഴുതിയില്ല. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക്. പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എക്സാം എഴുതണത് നീ സയൻസ് നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഇത്രയൊക്കെ പഠിച്ചെടുത്ത് നീ റെക്കോർഡൊന്നും എന്തായാലും എഴുതാൻ പറ്റില്ല. ഇൻസ്റ്റഡ് യു ഡു കോമേഴ്സ്. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിനക്ക് പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നീ എക്സാം എഴുത്, നമുക്ക് നോക്കാം നീ പാസ്സാവില്ല എന്നുള്ളത്. അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ സമയത്ത്. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നു, പാസ്സായി. പാസ്സായപ്പോൾ പിന്നെ ബികോം ചെയ്താൽ മതിയല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും മീഡിയയിലായിരുന്നു. പാട്ടും ഇതൊക്കെ ആയിട്ട് മീഡിയയിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ളത്. ആ സമയത്ത് ഈ ചുറ്റുപാടുള്ള പ്രഷർ കാരണമൊക്കെയാണ് നമ്മൾ പോയി സയൻസും എഞ്ചിനീയറൊക്കെ നമ്മുടെ തലയിൽ വരണം. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു എഞ്ചിനീയർ ആവില്ല. പക്ഷേ ചുറ്റിലെല്ലാവരും പറയുമ്പോൾ നമ്മുടെ പേരൻസ് ഇൻഫ്ലുവൻസ് ആവും, എഞ്ചിനീയറിംഗ് ആണ് ആ സമയത്ത് അടിപൊളി. ഭാഗ്യം കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ എപ്പോഴും MBA അങ്ങ് പൊട്ടിമുളച്ചു. MBA ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ് എന്നാൽ ശരി അപ്പോൾ ബികോം അങ്ങ് ചെയ്ത് MBA ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഒന്നെങ്കിൽ ചെന്നൈയിൽ ചെയ്യണം. എന്താ വെച്ചാൽ അവിടെ ഈ പറയുന്ന സ്റ്റുഡിയോസൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതലുള്ള. ടി നഗറിൽ പോയി സ്റ്റുഡിയോകളിൽ പോയി കിടന്നുറങ്ങണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. എന്താ വെച്ചാൽ വേറൊരു കോർണറിലായിരുന്നു എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത്, കേളം. പക്ഷേ MBA അഗൈൻ മീഡിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. സോ അത് കംപ്ലീറ്റ് ചെയ്തു ജോബിൽ കയറിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വീണ്ടും മ്യൂസിക്കിൽ ആക്റ്റീവ് ആവണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്രയാൺ ബാൻഡ് ഉണ്ടാക്കുന്നതും മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്ത് തുടങ്ങുന്നതും പിന്നെ ലൈവ് ഷോസൊക്കെ ചെയ്തു തുടങ്ങും.